വിദ്യാസാഗർ, മതചിഹ്നം പ്രദർശിപ്പിച്ചതുകൊണ്ടാണ് സെനറ്റ് ഹാളിലെ പരിപാടി നിർത്താൻ നിർദ്ദേശം നൽകിയത് എന്നാണല്ലോ രജിസ്ട്രാർ ഹൈക്കോടതിയെ അറിയിച്ചത്. ഇന്ന് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത് എന്താണ് മതചിഹ്നം, അത് വ്യക്തമാക്കണം. എന്താണ് മതചിഹ്നം? ഇപ്പോൾ ഭാരതാംബയാണ് മതചിഹ്നം എന്ന് പറയാനുള്ള ആർജവം രജിസ്ട്രാർക്ക് ഇല്ല. ഹൈക്കോടതിയുടെ മറ്റൊരു ചോദ്യം, അവിടെ പ്രകോപനപരമായ എന്ത് ചിത്രമാണ് പ്രദർശിപ്പിച്ചത് എന്നാണ്. ഇപ്പോൾ തിങ്കളാഴ്ച വീണ്ടും ഈ ഹർജി പരിഗണിക്കുന്നുണ്ട്. ഇപ്പോൾ ഒറ്റനോട്ടത്തിൽ വൈസ് ചാൻസലറുടെ നടപടി കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. അത് തെറ്റാണെങ്കിൽ എന്തായാലും സ്റ്റേ അനുവദിക്കില്ല. അപ്പോൾ ഇപ്പോഴും ഭാരതാംബ മതചിഹ്നമാണ് എന്ന അതേ നിലപാടിൽ ഉറച്ചു നിന്നാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. ഇത് എത്രത്തോളം ക്ലിക്ക് ആകും? ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയ്ക്ക് ബി.ജെ.പിയുടെ സ്റ്റാൻഡോ അല്ലെങ്കിൽ അതിന്റെ ഒരു സാംസ്കാരിക പോഷക സംഘടന അല്ലെങ്കിൽ മാതൃസംഘടന എന്ന നിലയ്ക്ക് RSSന്റെ സ്റ്റാൻഡോ അല്ല ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ഗവർണറുടെ ആ പൊസിഷനെ തന്നെയാണ്. അതായത് ഗവർണർ അദ്ദേഹത്തിന്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു റിലീജിയസ് പ്രാക്ടീസ് ഒരു കാരണവശാലും ഒരു സ്റ്റേജിൽ ഒരു കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഫംഗ്ഷന് കൊണ്ടു നടക്കാൻ പാടില്ലെന്ന് പറയുന്ന പോലെയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു സിഖ് ഗവർണറാന്ന് വിചാരിക്കുക, അദ്ദേഹം ഒരു തലപ്പാവും ധരിച്ച് താടിയും വളർത്തി കയ്യിൽ കടയുമായിട്ട് വന്നാൽ അത് അനിൽകുമാർ സസ്പെൻഡ് ചെയ്യുക പരിപാടി. എന്റെ ചോദ്യം അതാണ്. അതായത് ഒരു വ്യക്തിക്ക് അയാളുടെ പേഴ്സണൽ റിലീജിയസ് പ്രാക്ടീസസ് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്നുള്ളതാണ്. ഇപ്പൊ കോടതി ചോദിച്ചിരിക്കുന്നത് അത് ഒരു മതചിഹ്നമാണോ എന്നാണ്. ഇതൊരു ജസ്റ്റിസ് നഗരേഷ് ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ പോലീസിനോട്. I also want to know what is the police's version. Such a violent situation where Kerala police was not able to handle in a program where a governor is attending. Was there such a big problem? എന്താണ് ഈ പരിപാടി ഉടനടി നിർത്തിവെക്കണമെന്ന് വൈസ് ചാൻസലർക്ക് തോന്നാൻ കാരണം എന്നുള്ളതാണ് നഗരേഷിന്റെ ചോദ്യം. ആ ചോദ്യം വളരെ പ്രസക്തമല്ലേ? ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ അവിടെ ഉണ്ടായെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിലുള്ള രണ്ട് കമ്മ്യൂണിറ്റീസ് തമ്മിലുള്ള സ്പർദ്ധ വളർത്തുന്ന രീതിയിൽ വന്നാൽ മാത്രമേ ആ ഒരു പരിപാടി ഉടനടി നിർത്തിവെക്കണമെന്ന് പറയാനുള്ള ഒരു സാഹചര്യം അവിടെ ഒരുങ്ങുന്നുള്ളൂ. പക്ഷെ ഇവിടെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഹൈന്ദവ ബിംബമായി ഭാരതാംബയെ നോക്കിക്കാണുകയാണ് ശിവൻകുട്ടിയും ഈ കേരള സർക്കാരും അല്ലെങ്കിൽ അതിനോടനുബന്ധി അവർ പിണിയാളുകളായിട്ടുള്ള വൈസ് ചാൻസലർമാരൊക്കെ ചെയ്യുന്നത്. ഭാരതാംബ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ റിലീജിയസ് ഐഡിയോളജിയുടെ ഭാഗമാണെന്ന് കരുതുകയാണ്. അല്ല, അത് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. ഈ രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടന അത് ഭാരതാംബയെ തീർച്ചയായിട്ടും അംഗീകരിക്കുന്നു. അത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയും തുടങ്ങിയതാണ്. അല്ലെങ്കിൽ അതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ 2-3 ചർച്ച. ജനൻ ടിവിയിൽ ഒരാഴ്ചയിൽ 5 ദിവസം ഇതാണ് ചർച്ച. അതുകൊണ്ട് ഇത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് ഈ ഭാരതാംബ എന്ന് പറയുന്ന ഈ ഒരു സിമ്പൽ അത് വളരെയധികം നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും രക്തത്തിൽ അലിഞ്ഞിരുന്ന വികാരമാണത്. നമ്മൾ പറയില്ലേ, ഭാരതം എന്നാൽ പാരിൻ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ എന്ന് എഴുതിയതെന്തോ കവി എഴുതാൻ കാരണം എന്താണ്? ഇത് കേവലം ഒരു ജിയോഗ്രാഫിക്കൽ ഡെസ്റ്റിനേഷനോ അല്ലെങ്കിൽ ഒരു പിടി മണ്ണോ അല്ല. ഇതിന്റെ സാംസ്കാരിക പൈതൃകം നമുക്ക് പെറ്റമ്മയ്ക്ക് തുല്യമാണ്. അത് മാത്രമല്ല, രാമായണ കാലഘട്ടം ത്രേതായുഗത്തിലേ പറയുന്നുണ്ട് എന്താണ്? ജനനീ ജന്മഭൂമിച്ച സ്വർഗാദപികരീയസി. ജനനിയും ജന്മഭൂമിയും സ്വർഗത്തെക്കാൾ മഹത്തരമാണ്. അങ്ങനെ കരുതുന്ന സാംസ്കാരിക പൈതൃകമുള്ള പണ്ടേ വാൽമീകിയുടെ ആദ്യ കവിയുടെ കാലം മുതലുള്ള ഈ നാട്ടിൽ ഭാരതത്തെ അമ്മയായി കണ്ടുകൂടാന്ന് പറയുന്നത് എന്ത് തരം അന്ധതയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതേ കോളേജ് ഗ്രൗണ്ടിൽ ഒരു ഇഫ്താർ പാർട്ടി നടത്തിയാല് അവിടെ ഒരു ബാങ്ക് കൊടുത്താൽ ആ സമയത്ത് ഈ അനിൽകുമാർ ഒരു കാരണവശാലും ഈ നോട്ടീസ് കൊടുക്കില്ലല്ലോ. അപ്പൊ അത് വളരെ വ്യക്തമായി ഒരു വ്യക്തിയുടെ നേരത്തെയുള്ള ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ച ഒരു വിഷയമുണ്ട്. അതായത് YMCAയുടെ ക്രിസ്മസ് കരോൾ സെനറ്റ് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മിക്ക കോളേജുകളിലും ഇഫ്താർ പാർട്ടികൾ നടക്കാറുണ്ടെന്നേ നമ്മുടെ കേരളത്തിൽ. പറഞ്ഞോളൂ. അല്ല, അത് മതപരമായ ചടങ്ങായിട്ട് അന്ന് കണ്ടിരുന്നില്ല. അല്ല, അത് മാത്രമല്ല, ഈ റീസെന്റ് ഞാൻ പറയാം, നമ്മുടെ കേരളത്തിന്റെ കാലടി സംസ്കൃത സർവകലാശാലയിൽ സംസ്കൃത കോളേജിൽ പുൽക്കൂടൊരുക്കി ക്രിസ്മസ് വിളക്ക് ക്രിസ്മസിന്റെ നക്ഷത്രം നോക്കി കേക്ക് മുറിച്ച് സംസ്കൃത ഡിപ്പാർട്ട്മെന്റിനെ ആഘോഷിച്ചത്. അവിടെ തന്നെയല്ലേ സുനിൽ ഇളയടമൊക്കെ പഠിപ്പിക്കുന്നത്, സുനിൽ ഇളയടം. അപ്പോ ഞാൻ ചോദിക്കുന്നത്, അതൊരു തീർത്തും ഒരു പർട്ടിക്കുലർ റിലിജന്റെ സ്ഥാപകനായിട്ടുള്ള ഒരു വ്യക്തി അയാളുടെ ജന്മതിഥി ആഘോഷിക്കുന്ന രീതിയിലുള്ള ചടങ്ങാണ്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഭാരതത്തിന്റെ ആ ജിയോഗ്രാഫിക്കൽ ഷേപ്പിനെ എടുത്തു വെച്ചിട്ട് അത് ഇവർ പറയുന്നത് ഞങ്ങളുടെ ഇന്ത്യ ഇങ്ങനെയല്ലെന്നാണ്.
എനിക്ക് മനസ്സിലാത്തൊരു കാര്യം, ഞങ്ങളുടെ ഇന്ത്യ എങ്ങനെയല്ല, ഇത് നിങ്ങൾ വികലമായ ഇന്ത്യ, ഇത് വികലമല്ല, ഇത് സകലമായ ഇന്ത്യയാണ്. ഇത് വികലമായത് ഇതിനെ പാകിസ്ഥാനായും ബംഗ്ലാദേശായിട്ടും മുറിക്കപ്പെട്ടപ്പോഴല്ലേ? അപ്പൊ നമ്മുടെ സങ്കല്പം എന്ന് പറഞ്ഞാൽ പൂർവ്വകാലത്ത് വാൽമീകിയുടെ കാലം മുതലുള്ള ജനനിയായിരിക്കുന്ന ജന്മഭൂമിയാണ്. അപ്പൊ അത് ഭരിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് റിലീജിയസ് സിമ്പൽ ആണ്. ഓക്കെ, അത് റിലീജിയസ് സിമ്പൽ ആണ്, അതോടൊപ്പം തന്നെ അത് നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ സിമ്പലും കൂടിയാണ്. പക്ഷെ ഇവിടെ ഏറ്റവും രസകരമായ സംഗതി എന്ന് വെച്ചാല് ഈ വൈസ് ചാൻസലർമാർ എന്ന് പറയുന്ന സത്യത്തിൽ ആരാണെന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു വഴി കൂടിയായി മാറിയിരിക്കുകയാണ് ഈ യുദ്ധം. ഈ ഒരു വാഗ്യുദ്ധം സത്യത്തിൽ വൈസ് ചാൻസലർമാർ ആർക്ക് വേണ്ടി ജോലി ചെയ്യുന്നു, എന്താണ് അവരുടെ ഒരു കോളേജിലുള്ള സാംസ്കാരിക കാഴ്ചപ്പാട് എന്താണ് എന്നുകൂടി മനസ്സിലാക്കാൻ നമ്മുടെ വിദ്യാർത്ഥികൾക്കും നമ്മുടെ രക്ഷിതാക്കൾക്കും ഒരു വലിയ അവസരം കൂടി വന്നിരിക്കുകയാണ്. കാരണം ഒരു ഗവർണർ സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് നോട്ടീസ് കൊടുക്കുന്നത്. അത് തീർത്തും അദ്ദേഹത്തെ വ്യക്തിപരമായി അപമാനിക്കാനും ആ സ്ഥാനത്തെ ഇകഴ്ത്തി കാണിക്കാനും തന്നെ ചെയ്തതല്ലേ. അപ്പൊ അത്തരത്തിലൊരു നടപടി ഒരു സർക്കാരിന്റെ ഒരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരു വൈസ് ചാൻസലർ ചെയ്യും. അതും ഈ യൂണിവേഴ്സിറ്റീസിന് എല്ലാം ചാൻസലർ ആയിട്ടുള്ള ആളെയാണ്. അദ്ദേഹം സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് പറയുന്നത് നിങ്ങൾ അവിടുന്ന് ഇറങ്ങണം, പരിപാടി നിർത്തണം എന്ന് പറയുന്നത്. അപ്പൊ സത്യത്തിൽ ഇത് വ്യക്തിപരമായിട്ട് അർലേക്കർ സാറിന്റെ രാഷ്ട്രീയ സിദ്ധാന്തത്തെ ചോദ്യം ചെയ്യലല്ല, അദ്ദേഹത്തിന്റെ മതപരമായ വിശ്വാസത്തെ ചോദ്യം ചെയ്യലാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പർട്ടിക്കുലർ റിലീജിയസ് സിമ്പൽ, ഒരു തലപ്പാവോ താടിയോ ഘടയോ ഒക്കെ ഇട്ടോട്ടൊരു സെക്കുകാരനാണ് അവിടെ ഗവർണറായി വരുന്നതെങ്കിൽ അവിടെ കഴിച്ചു വെച്ചിട്ട് വന്നാൽ മതി, ഇത് ഞങ്ങളുടെ സെക്യുലർ ആയിട്ടുള്ള കേരളം എന്ന് പറയൂ. കോട്ടെ, ഇവരുടെ ഏറ്റവും വലിയ നേതാവായിരുന്ന ഹർകിഷൻ സിംഗ് സുർജിത്ത് മരണകാലം വരെ തലപ്പാവും താടിയും വെച്ചില്ല നടന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഇതൊക്കെ വളരെ സിലക്റ്റീവ് ക്രിറ്റിസിസമാണ്. ഈ സിലക്റ്റീവ് ക്രിറ്റിസിസം പ്രശ്നം എന്താ വെച്ചാൽ ഈ ജനങ്ങൾക്ക്, സാധാരണക്കാരായ ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ സാധാരണക്കാരായ രാഷ്ട്ര വിശ്വാസികൾക്ക്, രാഷ്ട്ര സ്നേഹികൾക്ക് ഇത് വലിയ മുറിവുണ്ടാക്കുന്നുണ്ട്. ഈ തുടർച്ചയായി നടന്നു വരുന്ന പ്രശ്നങ്ങൾ സത്യത്തിൽ ഞാൻ അങ്ങോട്ട് വ്യക്തിപരമായിട്ട് പറയട്ടെ, ഈ വിവാദത്തിൽ ഞാൻ അത്ര കഴമ്പ് കാണുന്നില്ല. കാരണം ഈ വിവാദത്തിലൂടെ ഒളിച്ചു കടത്തപ്പെടുന്ന, ഒരുപാട് സ്മഗിൾ ചെയ്യപ്പെടുന്ന വിലക്കയറ്റം, രൂക്ഷമായ മറ്റ് പ്രതിസന്ധികൾ, ആരോഗ്യ മേഖലയിലെ വീഴ്ച, ഇതൊക്കെ ചർച്ച ചെയ്യാതെ പോകുന്ന വിഷയമാണ്. അപ്പൊ ഇതിനൊരു കുട പിടിക്കാൻ കൂടി ഈ വിഷയത്തെ CPM സമർത്ഥം ഉപയോഗിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. BJP സംബന്ധിച്ച ഒരു വിഷയമേ അല്ല. കാരണം BJP അല്ലെങ്കിൽ RSS ഉണ്ടായ കാലം മുതലേ അവർ വഴി വെക്കുന്നതാണ്. നിങ്ങൾ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉപയോഗിക്കുന്നില്ല, നിങ്ങൾ സെക്യുലറിസ്റ്റ് അംഗീകരിക്കുന്നില്ല, നിങ്ങൾ ഇന്ത്യയുടെ ഭൂപടം വലുതാക്കിയാണ് കാണിക്കുന്നത്, ഇതൊക്കെ അവർ തുറക്കപോലെ കേൾക്കുന്നതാണ്. പക്ഷെ ഇപ്പൊ ഈ വിഷയം കൊണ്ട് ഗുണം കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ വിഷയം കൊണ്ട് ഏറ്റവും സൗഖ്യം അനുഭവിക്കുന്നത് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയുമാണ്. കാരണം അവർക്ക് മറച്ചു വെക്കാനുള്ള ഒരുപാട് വീഴ്ചകൾ, പ്രധാനമായിട്ടും ഡോക്ടർ ഹാരിസിനെ പോലുള്ള ആളുകൾക്ക് ഉന്നയിച്ച വിഷയങ്ങൾ നീറി നിൽക്കുമ്പോഴാണ് ഇത്തരം വിഷയങ്ങൾ മുന്നോട്ട് വരുന്നുള്ളത്. ശരിക്കും അപലപനീയം തന്നെയാണ്. ഈ തിങ്കളാഴ്ച വരട്ടെ, തിങ്കളാഴ്ച വരുമ്പോൾ ആ കോടതി വീണ്ടും ഇത് കണക്കിലെടുക്കുമ്പോൾ മനസ്സിലാവും കുറച്ചുകൂടി ഇതിനെ വിളിച്ചതെന്ന് എനിക്ക് തോന്നുന്നു.